അജീക്കർ കേസിലെ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് വിധി പ്രസ്താവിച്ച സീൽദാസ് സെഷൻസ് കോടതിക്ക് മുന്നിൽ മെഡിക്കൽ വിദ്യാർത്ഥികളും ജൂനിയർ ഡോക്ടർമാരും പ്രതിഷേധിച്ചു. പ്രതിക്ക് വധശിക്ഷ ലഭിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. സെഷൻസ് കോടതി വിധി നീതിയോടുള്ള പരിഹാസമാണെന്നും പോലീസുമായി ചേർന്ന് പ്രതിയെ സംരക്ഷിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പങ്ക് അന്വേഷിക്കണമെന്നും BJP IT സെൽ മേധാവി അമിത് മാളവ്യ ആവശ്യപ്പെട്ടു. രാജ്യം നടുങ്ങിയ ക്രൂരത അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കുമെന്ന് പൊതുസമൂഹമാകെ കരുതിയിരുന്നു. എന്നാൽ വിധി മറിച്ചായതോടെ പ്രതിഷേധങ്ങളും ഉയർന്നു. പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്ന ആവശ്യമുയർത്തി മെഡിക്കൽ വിദ്യാർത്ഥികളും ജൂനിയർ ഡോക്ടർമാരും വിധി പ്രസ്താവിച്ച സീൽദാസ് സെഷൻസ് കോടതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത്. ये एक एग्जाम्पलरी पनिशमेंट नहीं हुआ है. एक लोग जो अपना लाइफ सेव करने के लिए पोस्टेड है, वहाँ पे आप क्या बोलते हैं कि लाइफ चला गया खुद का, तो उसी जगह से हम लोग नहीं मानते कि उसके लिए ये जजमेंट ठीक है. उसके लिए कहीं ना कहीं कंप्लीट जजमेंट नहीं है और कंप्लीट जजमेंट करना चाहिए. സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ പോകണമെന്നാവശ്യപ്പെട്ട BJP IT സെൽ മേധാവി അമിത് മാളവ്യ വിധി നീതിയോടുള്ള പരിഹാസമാണെന്നും സൂചിപ്പിച്ചു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കുറ്റവാളിയെ സംരക്ഷിക്കുന്നത് അവസാനിപ്പിക്കണം. തെളിവ് നശിപ്പിച്ചതിൽ അന്നത്തെ കൊൽക്കത്ത കമ്മീഷണറുടെയും മുഖ്യമന്ത്രിയുടെയും പങ്ക് ഏജൻസികൾ അന്വേഷിക്കണമെന്നും അമിത് മാളവ്യ ആവശ്യപ്പെട്ടു. ശിക്ഷ പര്യാപ്തമല്ലെന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും പ്രതികരിച്ചു. ജനം, ഡൽഹി.